കഥ ചുവന്ന പൂക്കൾ. രചന ബീന സജീവ്. അവതരണം ഷീബ എം ജോൺ. രാത്രിയുടെ നിശബ്ദത. ഒരിലയനക്കം പോലുമില്ല. അകലെ ഏതോ തീരങ്ങളിൽ നിന്ന് വീശിത്തുടങ്ങിയ ഒരു കാറ്റിൻ്റെ ദുർമന്ത്രങ്ങൾ ഒഴിച്ചാൽ രാത്രി തികച്ചും നിശബ്ദം. മണൽക്കാടുകളെ തഴുകി ഒഴുകിപ്പോയ കാറ്റ് അതിലൊരു ലോല മർമ്മരം പോലും സൃഷ്ടിക്കാതെ. അലീന അപ്പോൾ പാതയോരങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. തികച്ചും നിർജീവമായി ഇരുളിൻ്റെ കട്ടിപ്പുതപ്പിൽ മാറു പുതച്ച് നിസ്സംഗതയോടെ കിടക്കുന്ന പാതയോരങ്ങൾ. ആ പാതയോരങ്ങളിലെ പേരില്ലാത്ത പുൽക്കൊടികൾ ഇപ്പോൾ നിദ്രയുടെ നിതാന്ത നിശബ്ദതയിലാവുമോ? അതോ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളെ ഓർത്തോർത്ത് വെറുതെ നെടുവീർപ്പിൽ അലിഞ്ഞലിഞ്ഞ് ഉലയുകയാകുമോ? പുലർച്ചെ വിടരേണ്ട കൊച്ചു കൊച്ചു പൂമൊട്ടുകൾ ഈ ലോകത്തിലേക്ക് മിഴി തുറക്കാൻ നിമിഷങ്ങൾ എണ്ണുകയാകുമോ? അലീനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാറ്റ് ഇപ്പോൾ രൗദ്രത പ്രാപിക്കുന്നത് പോലെ. രാത്രിയുടെ നിശബ്ദതയെ തകിടം മറിക്കാൻ അത് മണൽക്കാടുകളെ ഇളക്കിമറിച്ചു തുടങ്ങുന്നത് അലീന അറിഞ്ഞു. ഈ കാറ്റിൻ്റെ ആരംഭം എവിടെയാകാം? അങ്ങ് വിദൂരതയിൽ മനുഷ്യന് അപ്രാപ്യമായ ഏതോ ഒരു തീരത്തു നിന്ന് ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ നെടുവീർപ്പുകളാകാമത്. അവൾ ആ കാറ്റിനെ സ്നേഹിച്ചില്ല. രാത്രിയുടെ എല്ലാ ഭയാനകതയും എല്ലാ ഗൂഢമന്ത്രങ്ങളും ആ കാറ്റിൻ്റെ ഓരോ ചലനത്തിലുമുണ്ടെന്ന് അവൾ അറിഞ്ഞു. പലസ്തീൻ മണ്ണിൻ്റെ രക്തത്തുള്ളികളെ നക്കിത്തുടയ്ക്കാൻ ഈ രാത്രിയുടെ രൗദ്രത നിറഞ്ഞ കാറ്റിനാകില്ല. അവൾ വെറുതെ മന്ത്രിച്ചു. ഉറങ്ങണമെന്ന് പലപ്പോഴും ചിന്തിച്ചു. കിടക്കയിലേക്ക് കിടക്കുകയും ചെയ്തു. കൂർത്ത ഇരുളിൽ ഒരുപോലെ കണ്ണടയ്ക്കാനാകാതെ അലീന വീണ്ടും വീണ്ടും ഉണർന്നുകൊണ്ടേയിരുന്നു. താഴെ അഭയാർത്ഥി ക്യാമ്പ്. അവിടെ ഇപ്പോൾ നിശബ്ദതയാണ്. പകലത്തെ ആരവങ്ങളൊന്നുമില്ല. ഉറങ്ങിക്കിടന്ന ആ ടെൻറ്റുകളുടെ നീണ്ട നിര അവൾ ഇരുട്ടിലെ നേരിയ വെളിച്ചത്തിലൂടെ കണ്ടു. അവിടെ അപ്പോൾ മനുഷ്യാത്മാക്കൾ ഉറങ്ങുകയാണ്, ഒന്നും അറിയാതെ. പുലർച്ചകൾ അവർക്ക് ഭയാനകമാണ്, എങ്കിലും അവർ ഇപ്പോൾ ഉറങ്ങുന്നു. ടെൻറ്റുകളുടെ തകരഷീറ്റുകളിൽ വെറുതെ ശബ്ദമുണ്ടാക്കുന്ന കാറ്റ് അവരെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർത്തിച്ചേക്കാം. അവൾക്ക് ആ കാറ്റിനോട് ദേഷ്യം തോന്നി. കാതങ്ങൾ താണ്ടി വരുന്ന മനുഷ്യജീവനുകൾ. ഒരു തരി മണ്ണിൽ സ്വസ്ഥമായി ഒന്നന്തിയുറങ്ങാൻ, ഒരു തരി വെളിച്ചം സ്വന്തമായി അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യർ. ടെൻറ്റുകളിലൂടെ അവർ ഉറങ്ങുന്നു, ഉണരുന്നു, നഷ്ടപ്പെടാനും ലഭിക്കാനും ഒന്നുമില്ലാതെ. അവൾക്ക് അമർഷം തോന്നി. സൂര്യൻ്റെ കിരണങ്ങൾക്ക് പോലും രക്തത്തിൻ്റെ ചുവ. പലസ്തീൻ മണ്ണിൽ എപ്പോൾ വേണമെങ്കിലും ചോര ഒലിച്ചുകൊണ്ടേയിരിക്കും. അലീന ആകാശത്ത് എപ്പോഴോ ഒരു നക്ഷത്ര തിളക്കം കണ്ടു. അത് ഏതോ ഒരു ഗ്രഹമാകാം. ഒറ്റപ്പെട്ട് നിശ്ചലമായി. ഒരുപക്ഷെ അതൊരു ചാര ഉപഗ്രഹമാവാം. ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ, രക്തക്കണ്ണുകൾ. ആ ക്രൂരദൃഷ്ടികളിൽ നിന്ന് മോചനമില്ലാതെ. അലീന അപ്പോൾ ഡയറി മറിച്ചു നോക്കുകയായിരുന്നു. നേരിയ മെഴുകുതിരി വെട്ടത്തിൽ. കറണ്ട് രാത്രിയുടെ ആരംഭത്തിൽ തന്നെ അവിടമാകെ നിലച്ചിരുന്നു. അല്ലെങ്കിൽ തന്നെ അഭയാർത്ഥികൾക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യമെന്ത്, വെള്ളത്തിൻ്റെ ആവശ്യമെന്ത്? അവർ കൊടും ചൂടിലൂടെ, തിളയ്ക്കുന്ന പകലിലൂടെ തപ്പിത്തടയുന്നു. വീണ്ടും വീണ്ടും സ്വന്തം ജീവനു വേണ്ടി മാത്രം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അലീന കുറേ വാക്കുകൾ കൂടി ഡയറിയിൽ കുറിച്ചിട്ടു. ഇന്ന് ലോകത്തിൻ്റെ മറ്റൊരു കറുത്ത ദിനം. പലസ്തീനിലേക്ക് ദുരിതാശ്വാസ സാധനങ്ങളുമായി എത്തിയ കപ്പൽ തകർക്കപ്പെട്ടിരിക്കുന്നു. 25 സമാധാന ദൂതന്മാരും കൊല്ലപ്പെട്ടിരിക്കുന്നു. കപ്പലിലെ അവശ്യ സാധനങ്ങളും മരുന്നുകളും കൈയടക്കി വച്ചിരിക്കുന്ന ഇസ്രയേൽ. അവളുടെ കൈകൾ വിറച്ചു. എന്തെഴുതണം, എങ്ങനെ പ്രതികരിക്കണം? അല്ലെങ്കിൽ ആരും എന്തുകൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നില്ല? വെറും ഔപചാരികമായ പ്രതിഷേധക്കുറിപ്പുകളല്ലാതെ. പലസ്തീനിൻ്റെ കുഞ്ഞുങ്ങൾ വിശക്കാൻ മാത്രം പിറന്നവരോ? ടെൻറ്റുകളിലെ തണുപ്പിൽ മാത്രം ചുരുളാനുള്ളവരോ? എന്തിനാണ് അവർക്കൊരു രാഷ്ട്രമെന്നോ? അവൾ എന്തൊക്കെയോ ഡയറിയിൽ എഴുതി, ചുവപ്പിൻ്റെ നിറത്തിൽ. മരവിച്ച ജീർണിച്ച കാറ്റ് വെറുതെ വീശി. വീണ്ടും വീണ്ടും കൊടും ക്രൂരതകൾക്കെല്ലാം നിശബ്ദ സാക്ഷിയായി. നാളെ വീണ്ടും നേരം പുലരും.
സൂര്യൻ ഒന്നുമറിയാത്തതുപോലെ വീണ്ടും കിരണങ്ങളുമായി ഭൂമിയിലേക്ക്. കോടാനുകോടി ആത്മാക്കളുടെ രോദനം പേറുന്ന ഭൂമി ഒന്നുമറിയാത്തവളെ പോലെ വെറുതെ മനോഹരമായി പുഞ്ചിരിച്ചു കിടന്നേക്കും. അലീനയുടെ ചുണ്ടുകൾ വിതുമ്പി. ഡയറിയിൽ അവൾ മറ്റെന്തോ കുറിച്ചിട്ടു. അലൻ. ആ പേരിന് ചുറ്റും അവൾ മനോഹരമായ ഒരു വൃത്തം വരച്ചു. അതിൽ നിറയെ പൂക്കളുടെ കൊച്ചു ചിത്രങ്ങൾ തിരുകി. അലൻ, നീ ഇപ്പോൾ എവിടെയാകും? ഈ മരുഭൂമിയിലെ ജീർണിച്ച ഏകാന്തതയിൽ, രക്തം മണക്കുന്ന കാറ്റിൽ, മാംസത്തുണ്ടുകളുടെ നിലവിളിയിൽ നീ എന്നെ തനിച്ചാക്കി എവിടെ? ആകാശത്തിനപ്പുറത്തുള്ള മറ്റൊരു ലോകത്തെപ്പറ്റി നീ എന്തു വാചാലനായിരുന്നു! എന്നോട് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു ആകാശത്തിനപ്പുറമുള്ള മനോഹരമായ ഒരു പൂന്തോട്ടത്തെക്കുറിച്ച്. ആ പൂന്തോട്ടം നിറയെ വർണ്ണാഭമായ പൂക്കളാണെന്നും അവയോരോന്നും മരിച്ചുപോയ ഓരോ ആത്മാവാണെന്നും. നിന്നോട് ഞാൻ എത്ര തർക്കിച്ചു ആ പൂക്കളുടെ നിറത്തെ ചൊല്ലി. വെടിയേറ്റു മരിച്ച കുഞ്ഞുങ്ങൾ, കൊലക്കത്തിക്കിരയായ അമ്മമാർ, മുഖമില്ലാത്ത പിന്നെ എത്രയെത്ര മനുഷ്യർ. അവരുടെയെല്ലാം രക്തം ഈ മണ്ണിൽ എത്രയൊഴുകി. അവരുടെയെല്ലാം ആത്മാക്കൾ പൂക്കളായി മാറി ആകാശത്തിനപ്പുറത്ത് വിടർന്നു നിൽപ്പുണ്ടെങ്കിൽ ആ പൂക്കൾക്ക് എന്ത് നിറമായിരിക്കും? ചുവപ്പ് അല്ലാതെന്ത്? അതുതന്നെയാണ് നീ പറഞ്ഞത്. ഞാൻ പിന്നെയും തർക്കിച്ചു. ഈ മഞ്ഞിൻ്റെ ഇരുളിൻ്റെ രാവിൽ, കാറ്റ് വീശുന്ന ഈ കൊടും നിശയിൽ നമ്മുടെ തർക്കം ഞാൻ ഓർക്കുകയാണ്. വെളുത്ത പൂക്കളും വിടർന്നുകൂടെ എന്ന എൻ്റെ ചോദ്യത്തിന് നീ പറഞ്ഞത് രക്തത്തിന് വെളുത്ത നിറം വരില്ല, അത് കട്ടിച്ചുവപ്പ് തന്നെ ആണെന്നാണ്. ഏതു രാഷ്ട്രക്കാരുടേതായാലും അപ്പോൾ ആകാശത്തിനപ്പുറത്തെ പൂക്കൾക്കും നിറം ചുവപ്പ് തന്നെ. ഒരു പിടി മണ്ണില്ലാത്ത അനാഥരായ അഭയാർത്ഥികളായ വഴിനീളെ ജഡങ്ങൾ അനാഥമായി ഉപേക്ഷിക്കേണ്ടി വരുന്ന പലസ്തീൻകാരുടെയും രക്തത്തിന് ചുവപ്പല്ലാതെ മറ്റെന്ത്? അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഡയറി അവളുടെ കയ്യിൽ നിന്ന് എപ്പോഴോ നിലത്ത് വീണു. അവളുടെ ചുണ്ടുകൾ അറിയാതെ വിതുമ്പി, വീണ്ടും വിതുമ്പി. അലൻ, ആകാശത്തിനപ്പുറത്തെ പൂക്കൾക്കിടയിൽ നിന്റെ സ്ഥാനം എവിടെയാണ്? നീ ഒരു മനോഹരമായ ചുവന്ന പൂവാകില്ലേ? എൻ്റെ വരവും കാത്ത് അവിടെ നീ അക്ഷമനായി നിൽക്കില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ എനിക്ക് വേണ്ടി വിടർന്നു നിൽക്കില്ലേ? താഴെ ടെൻറ്റുകൾ എപ്പോഴോ ഉണർന്നിരിക്കുന്നു. രാത്രി മുഴുവൻ വീശിയിരുന്ന അജ്ഞതയുടെ കാറ്റും നിലച്ചിരുന്നു. ഏതൊക്കെയോ ടെൻറ്റുകളിൽ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ ചെറിയ മെഴുകുതിരി വെട്ടങ്ങൾ മിന്നുന്നത് കണ്ടു. ആകാശച്ചെരുവിലെ ഒറ്റപ്പെട്ട ഗ്രഹം അപ്രത്യക്ഷമായിരിക്കുന്നു. അലീന വാതിൽ തുറന്നിട്ടു. നേരം വെളുത്തേക്കും അധികം വൈകാതെ. അവൾ അപ്പോൾ മറ്റൊരു കാറ്റിൻ്റെ ആരവം അകലെ നിന്ന് ഇരമ്പി വരുന്നതറിഞ്ഞിരുന്നു. മാംസത്തുണ്ടുകളുടെ ഗന്ധമുള്ള കാറ്റ്, ചുവന്ന പൂക്കളെ തഴുകി വരുന്ന കാറ്റ്.